നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റ് ദ തമിഴ് മൂവി. റൈറ്റർ ഡയറക്ടർ സുഭാഷ് കെ രാജ്, നിർമ്മാണം കൽപ്പാത്തി എസ് അഘോരം, കൽപ്പാത്തി എസ് ഗണേഷ്, കൽപ്പാത്തി എസ് സുരേഷ്, ഛായാഗ്രഹണം അരുൺ രാധാകൃഷ്ണൻ, എഡിറ്റർ പ്രദീപ് ഇ രാഘവ്. ഇത് ഒരു മെയ് മാസം ഇറങ്ങിയ തമിഴ് മൂവിയാണ്. ഇതിന്റെ മ്യൂസിക് സ്കോർ രവി ബസൂർ. രവി ബസൂർ ആരെന്ന് നമുക്കറിയാം. KGF 1, KGF 2 തുടങ്ങിയ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ഇട്ട ആളാണ് രവി ബസൂർ. അദ്ദേഹമാണ് ബ്ലാസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായി അഭിനയിച്ചിട്ടുള്ളത് അർജുൻ സർജ, പ്രീതി മുകുന്ദൻ, അഭിരാമി. ഞാൻ എന്തുകൊണ്ടാണ് ഈ കരോട്ട ഡ്രസ് വന്നത് നമുക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ മനസ്സിലാവും. പ്രധാനമായും ഈ 3 പേരെ കേന്ദ്രീകരിച്ചാണ് ഈ ഫിലിം നീങ്ങുന്നത്. അർജുൻ സർജ, പ്രീതി മുകുന്ദൻ, അഭിരാമി. അർജുൻ സർജയെ പറ്റി നമുക്കറിയാം. ജെന്റിൽമാൻ, മുതൽവൻ, ജയ് ഹിന്ദ് തുടങ്ങിയ സിനിമകളിലൂടെ 90കളിൽ യുവാക്കളുടെ ഹരമായ മാറിയ ആളാണ് അർജുൻ. നമ്മുടെ തമിഴിൽ ആക്ഷൻ കിങ് എന്നാണ് പറയുന്നത്. പിന്നെ അഭിരാമിയെ പറ്റി നമുക്കറിയാം. രാജസേനന്റെ ഞങ്ങൾ സന്തുഷ്ട എന്ന സിനിമയിൽ, മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ധാരാളം തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രീതി മുകുന്ദൻ പുതിയ നടിയാണ്. അധിക സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. മലയാളത്തിൽ നിവിൻ പോളിമത്ത് സർവമായ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മേനെ പേർക്കിയ പെപ്പയെ മാറ്റില്ല ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഫിലിം ഒരു കരാട്ടെ ബേസ്ഡ് ഫിലിമാണ്. ആയതുകൊണ്ടാണ് കോസ്റ്റ്യൂം കരാട്ടെ ഡ്രസ്സിൽ വന്നിട്ടുള്ളത്. അതായത് ഒരു ഫാമിലി, അർജുൻ സർജയുടെ ഭാര്യ അഭിരാമിയുടെ മകൾ പ്രീതി മുകുന്ദൻ, ഈ ഫാമിലിയും കുറെ ഗുണ്ടകളും. ഇതാണ് ഈ കഥയുടെ പ്രമേയം. പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു ഒരു ഫൈറ്റിംഗ് സിനിമയല്ല ഇത്. നമുക്ക് അർജുൻ സർജ ഒരു കരാട്ടെ മാസ്റ്ററാണ് അഭിനയിക്കുന്നത്. അർജുൻ സർജയുടെ ഭാര്യ അഭിരാമിയും കരാട്ടയാണ്. അഭിരാമിയുടെ മകൾ പ്രീതി മുകുന്ദൻ കരാട്ടയാണ്. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് കുറച്ച് ഗുണ്ടകളും അഭിരാമിയും പ്രീതി മുകുന്ദന്റെ ഫൈറ്റ് ഉണ്ട്. 2 ലേഡീസും കുറെ ഗുണ്ടകളുടെ ഫൈറ്റാണ്. നമുക്ക് ഒരു സ്വാഭാവികം തോന്നും, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് കൺവിൻസിങ് ആവും. അതാണ് സംവിധായകന്റെ വിജയം. 2 ലേഡീസും കുറെ ഗുണ്ടകളുമായിട്ടുള്ള ഫൈറ്റിങ്, അത് നമുക്ക് കൺവിൻസിങ് ആവും. അതിനുള്ള കാര്യങ്ങൾ ആദ്യം കാണിക്കുന്നുണ്ട്. ഈ പ്രീതി മുകുന്ദൻ അഭിനയിക്കുന്ന പെൺകുട്ടി ബാല്യകാലം മുതലേ കരാട്ടെ അഭ്യസിക്കുന്നുണ്ട്. അപ്പൊ വളർന്നു വരുമ്പോ അതിനുശേഷം വേറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നല്ല ഫൈറ്റിംഗ് ആണ് ഈ സിനിമ. നമുക്ക് ഞാൻ ഈ അടുത്ത് കണ്ട ഏറ്റവും നല്ല സിനിമയാണ് ഇത്. നമ്മൾ പറയുന്ന പോലെ KGF പോലെയോ ബാഹുബലി പോലെ RR പോലെ അങ്ങനെ വലിയ സിനിമയല്ല. എന്നാൽ നമുക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമയാണ് ഈ ബ്ലാസ്റ്റ്. ഈ ഇടയ്ക്ക് കണ്ട തമിഴ് മൂവിയാണ് ബ്ലാസ്റ്റ്. ആദ്യ അവസാനം ഒരു ആക്ഷൻ മൂഡിലാണ് സിനിമ പോകുന്നത്. ഒരു പ്രത്യേക ഇൻസിഡന്റ് സമയത്ത് ഈ ഫാമിലിയുമായിട്ട് ഗുണ്ടകൾ എങ്ങനെ ബന്ധപ്പെടുന്നു. പിന്നെ ഒരു അർജുൻ ചിദംബരം എന്ന ഒരു വില്ലനുണ്ട്, തമിഴ് നടനാണ്. അദ്ദേഹത്തിനെ കുറച്ച് ഡെവലപ്പ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ 3 പേരും, പക്ഷെ നമുക്ക് ആദ്യ അവസാനം വരെ ഞാൻ കണ്ട തിയേറ്ററിൽ മൊത്തം കൈയടിച്ചിട്ടാണ് പോകുന്നത്. അത്ര ഭയാനക സിനിമയല്ല, എന്നാൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ് ഈ ബ്ലാസ്റ്റ്. അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും കാണണം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ബ്ലാസ്റ്റ് ദ തമിഴ് മൂവി. സൂപ്പർ.